PM ശ്രീ വിവാദ പദ്ധതിയിൽ നിയമസഭയിൽ പോരടിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും. അറബിക്കടലിൽ എടുത്തെറിയുമെന്ന് പറഞ്ഞവർ PM ശ്രീയുടെ വക്താക്കളായെന്നും പദ്ധതി നടപ്പാക്കാൻ ഒത്തുകളിയെന്നും പ്രതിപക്ഷം. ധാരണാപത്രപ്രകാരം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ വാദം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം സഭാതലത്തിലെത്തിയപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച LDF നടപടിയാണ് സംസ്ഥാനത്തെ കുരുക്കിലാക്കിയതെന്നാണ് സർക്കാർ നിലപാട്. ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. ധാരണാപത്രത്തിന് നിയമസാധുതയില്ലെന്ന വാദമാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ചത്. UDF സർക്കാർ PM ശ്രീയുടെ അംബാസഡറായി മാറിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്ട് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുകയാണെന്നും സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്നുമാണ് സർക്കാരിന്റെ ഉറപ്പ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. PM ശ്രീ പദ്ധതി BJP അജണ്ടയാണ്. സർക്കാർ അതിൽ കീഴടങ്ങിയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളയുമെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെ കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്. നിയമസഭയിലെ സംവാദം കഴിയുമ്പോഴും എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്ന് വ്യക്തമാക്കാൻ ഇടതുപക്ഷമോ പ്രതിപക്ഷത്തിരിക്കെ എതിർത്ത പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കാൻ UDF തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഇന്ന് വൈകുന്നേരം യോഗം ചേരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.